എടാ കുട്ടാ, എടാ കുഞ്ഞുണ്ണി, എടാ മൂക്കൂത്തി വീഴും. ഇങ്ങനെ തൂങ്ങാതെ ഇതൊക്കെ താഴത്തേക്ക് എടുത്തു വെച്ച് അവിടെ കിടന്ന് ഉറങ്ങിക്കൂടെ? സാറ് വന്നില്ലേ? വന്നെങ്കിൽ കണ്ടൂടെ? മണി 12 കഴിഞ്ഞല്ലോ. ഒരുമാതിരി വല്ലാത്ത ഇടപാടായിപ്പോയി. ഇത് വരട്ടെ, കുറച്ച് നാളായി തുടങ്ങിയിട്ട്. ഇന്നത്തോടെ ഈ പരിപാടി ഞാൻ നിർത്തിക്കും. ഏതാ കച്ചേരിയോ? അല്ല, ഈ കച്ചേരി കഴിഞ്ഞിട്ടുള്ള സർക്കീറ്റും പരിപാടി വേണ്ട വേണ്ടാന്ന് വിചാരിക്കും തോറും കൂടിക്കൂടി വരിക. നമ്മളിങ്ങനെ ചുമ്മാതെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അദ്ദേഹം വരുമ്പോൾ നേരത്തെ പറയണം. ഞാൻ പറയും. എന്താ ഞാൻ പറഞ്ഞ കേക്കില്ലേ? എത്ര വലിയ സംഗീതജ്ഞനായാലും എന്റെ മുഖം ഒന്നും മാറിയാണ്ടല്ലോ ഇപ്പോഴും വിറയ്ക്കും. അത് ഏട്ടനും അതെ, അനിയനും അതെ. പക്ഷെ അമ്മാമ്മയുടെ മുഖം മാറില്ല എന്ന് മാത്രം അല്ലേ? നീ ഉറങ്ങിയില്ലായിരുന്നു? അമ്മാമ്മയ്ക്ക് കർശനായിട്ട് ഏട്ടനോട് പറഞ്ഞാൽ എന്താ? അതിപ്പോ നിനക്കും പറഞ്ഞൂടെ? എനിക്ക് പറയണതിന് ഒരു പരിധിയുണ്ട്. അമ്മാമ്മയ്ക്ക് ശാസിക്കാം, എനിക്ക് അതിന് പറ്റുമോ? അത് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഗോപി. പക്ഷേ ആ നടപ്പും ഭാവവും ചിരിയൊക്കെ കാണുമ്പോൾ എനിക്ക് നിങ്ങളുടെ അച്ഛനെ ഓർമ്മ വരിക. കച്ചേരിക്കല്ലാതെ അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ ഇരുന്നിട്ടില്ല. എവിടെ ചെന്നാലും ആരാധകർ, എത്രയെത്ര പ്രലോഭനങ്ങൾ, അതും വലിയ വലിയ ആളുകളുടെ. ഒന്നിലും വീണിട്ടില്ല. സംഗീത ഈശ്വരനായിരുന്നു. അങ്ങനെയുള്ള ഒരാളുടെ മോൻ. ഈശ്വരോ രക്ഷതും. ഏയ്, അതൊക്കെ വെറുതെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാ. സംഗീതം ഹൃദയത്തിലാണ്. അല്പം കഴിച്ചു എന്ന് വെച്ച് ഇല്ലാതായി പോകുന്നു അല്ലാതെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഈ പാശ്ചാത്യതൊക്കെ ധാരാളം സേവിക്കുന്നവരല്ലേ? അവിടെ സംഗീതം ഉണ്ടാവാനേ പാടില്ലല്ലോ. അപ്പോ അതൊന്നും അല്ല സത്യം. ഈ ഓരോ നാട്ടിലെ ആചാര മര്യാദകൾക്കനുസരിച്ച് ഓരോ വിശ്വാസങ്ങൾ. അതാണ് അതിന്റെ ശരി. പരിപാടിക്ക് മുമ്പ് തന്നെ മൂക്കറ്റ മദ്യപിക്കുന്ന എത്ര വലിയ വലിയ പാട്ടുകാരെ ഞാൻ കണ്ടിരിക്കുന്നു. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളൂ. മദ്യം നമുക്ക് സേവിക്കാനുള്ളതാണ്, അത് നമ്മളെ സേവിക്കരുത്. അത്രേ ഉള്ളൂ. ഈ നാട്ടിൽ കലാകാരന്മാർ ആര് വന്നാലും ഞാൻ അവരെ ശരിക്കും ട്രീറ്റ് ചെയ്ത് വിടും. കലാകാരൻ നാടിന്റെ പൊതുസ്വത്താണ്. നമ്മൾ അവരെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. ഇപ്പോ ഈ കാശൊന്നും കമ്മിറ്റിക്കാർ എനിക്ക് തരാൻ പോണില്ല. എന്റെ പോക്കറ്റിൽ നിന്ന് പോവും. പോകട്ടെ, കലയ്ക്ക് വേണ്ടിയല്ലേ. ആ ആത്മസംതൃപ്തി മതി. ഞാൻ നിർത്തി. ഇന്നിത്തിരി കൂടി. ഒരു കുപ്പി 3 ആൾ കുടിച്ചിട്ട് പിന്നെയും ബാക്കി വന്ന ശാപം കിട്ടും. നമുക്കിത് ഫിനിഷ് ചെയ്യാം. അല്ല, എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. വെയിറ്റ് ചെയ്തിട്ടെന്ന് നമുക്കൊന്ന് ശരിക്കും കൂടിയിട്ട് പോയാൽ. അത് പറഞ്ഞാൽ ശരിയാവില്ല. അനുജനും അമ്മാവനും ഒക്കെയാണ്. അമ്മാവനോ? പല്ലാവൂർ പരമേശ്വരൻ നായരെ അറിയില്ലേ? മൃദംഗ ചക്രവർത്തിയാണ്. സ്വന്തം അമ്മാവനാ. അമ്മാവൻ മാത്രമല്ല, ഗുരുസ്ഥാനമുണ്ട്. അച്ഛനും മൃതകം വായിച്ചിരുന്ന അമ്മാവനാ. ഓഹോ, അപ്പൊ അച്ഛനും ഇത് തന്നെയായിരുന്നു ജോലി. താൻ ഏത് നാട്ടുകാരനാടോ? പയ്യന്നൂർ ദേവനാരായണൻ നമ്പൂതിരി എന്ന് കേട്ടിട്ടില്ലേ? ആരാ അത്? സത്യം പറഞ്ഞ ഇല്ല. നമ്മൾ ഈ കച്ചവടമായിട്ടൊക്കെ നടക്കുന്നതിനിടയില് കലയായിട്ട് അങ്ങനെ ഒരു ബന്ധം. ആടുണ്ടോ അങ്ങാടി അറിയുന്നു. ഇടോ, അങ്ങനെ ഒരു പ്രതിഭ ഇവിടെ ഉണ്ടായിട്ടില്ല. ആഹാ, എന്നാ അടുത്ത കൊല്ലം മൂപ്പരുടെ കച്ചേരി മതി. എന്താ? അതിന് മരിച്ചുപോയി തന്റെ തന്ത വിചാരിക്കണം. ഇടോ, അദ്ദേഹം മരിച്ചിട്ട് 10-15 കൊല്ലായി. ഓഹോ, കഷ്ടമായി പോയി. തീരാ നഷ്ടം. ഇനി ഇവിടെ ഇരുന്ന സന്തോഷമായിട്ട് പിരിയാൻ പറ്റില്ല. എന്തു? അങ്ങനെയാ. കാട്ടിലിട്ട് മുഷിഞ്ഞു അല്ലേ എന്റെ ഗോപി? പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ബാക്കി പണം തരാൻ വിളിച്ചതാ കമ്മിറ്റിക്കാരെ. സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല. എല്ലാരും വിളിക്കൂ, പുറപ്പെടാം. എന്താ ഇങ്ങനെ നോക്കണേ? അവര് നന്നായി സൽക്കരിച്ചു അല്ലേ? സൽക്കാരോ? ജ്യൂസ് കഴിച്ച കൂട്ടത്തിൽ അവരെന്തോ ഒഴിച്ചു. ഒരല്പം. 1-2 മണിക്കൂർ യാത്ര ചെയ്യേണ്ടതല്ലേ? ക്ഷീണം മാറ്റാൻ നല്ലതാ. പക്ഷെ ഇത് നമുക്ക് ഒട്ടും നല്ലതല്ല. ഏട്ടത്തെ എത്ര വിഷമിക്കുന്നുണ്ടെന്ന് അറിയാമോ? നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഈ ശീലമില്ല. ഈ ഉപദേശവും സംസാരവും ഒക്കെ പിന്നെ. നീ അവരെ വിളിക്ക്, പുറപ്പെടാം. ഇന്നിനി യാത്ര വേണ്ട, അവരൊക്കെ ഉറങ്ങി. ഏട്ടനിങ്ങനെ ശീലം തുടങ്ങിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ഈ നിലവരെ എത്തിയെന്ന് ആരും അറിയണ്ട, പ്രത്യേകിച്ച് അമ്മാമ്മ. അനന്തരവൻ മകളുടെ ഭർത്താവ്, ഇതിനേക്കാളിലൊക്കെ വലിയൊരു സ്ഥാനവും ബഹുമാനവും ഒക്കെ അമ്മാമ്മ ഏട്ടന് തരുന്നുണ്ട്. അമ്മാമ്മയെ വിഷമിപ്പിക്കണ്ട. നിങ്ങളൊക്കെ വിചാരിക്കണ പോലെ ഞാനങ്ങനെ അമിതമായിട്ട് മന്ത്രിക്കാറില്ല. അത് മനസ്സിലാവണുണ്ട്. എന്തായാലും നമ്മൾ രാവിലെ പുറപ്പെടുന്നുള്ളൂ.
അപ്പുറത്തെ വീട്ടിൽ പുതുതായി താമസിക്കാൻ വന്ന ആളില്ലേ, ഒരു പെട്ടത്തലേൻ. അയാൾക്ക് എന്തൊക്കെയാ അറിയേണ്ടത്? അമ്മായി പാടുവോ, ഡാൻസ് ചെയ്യോ, പിന്നെ ഇവിടെ ഓരോരുത്തർക്ക് എന്തൊക്കെ അറിയാം? പാലും കൊണ്ട് ചെന്ന 1 മണിക്കൂർ ചോദ്യങ്ങളാ. നല്ല ഭംഗിയുണ്ട്. ഇത് തുണി കഴിയുമ്പോ എനിക്ക് തരണം കേട്ടോ. അപ്പോ വായിക്കാനും പഠിക്കാനും ഒന്നും ഇല്ലേ നിനക്ക്? പാല് കൊണ്ട് കൊടുക്കാൻ 1 മണിക്കൂർ ആ ചെക്കന്. പെൺപോലീസ്. എന്റെ രാധേ, നേരം വെളുത്തപ്പോ തന്നെ തുടങ്ങിയോ തുന്നലും അഴിക്കലും? നീ അടുക്കളയിലോട്ട് ചെല്ലേ. ഏടത്തി തനിയെ കഷ്ടപ്പെടുന്ന കണ്ടില്ലേ നീ? അച്ഛാ, ചൂടുവെള്ളം കുളിമുറി വെച്ചിട്ടുണ്ട്. കുട്ടികൾ വന്നില്ലേ ദേവു? ഇല്ല, രാത്രി തന്നെ എത്തുമെന്ന് പറഞ്ഞതാ. കാത്തിരുന്ന് രമണി ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ആ പെണ്ണെന്തിയേ? അവളെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരുന്നല്ലോ. അപ്പുറത്തെങ്ങാനും ഉണ്ടാവും. ഇങ്ങനെ ഒരു മടിച്ചി ഉടുത്തൊരുങ്ങി നടക്കാനല്ലാതെ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടാ. കയ്യിലൊരാവി കൊള്ളോ തീപ്പൊരി വീഴോ ചെയ്താ അത് മതി ഏട്ടന്മാർക്ക്. അവളെ കൊണ്ട് പണിയടിപ്പിക്കണോ കഷ്ടപ്പെടുത്തണോ എന്നൊക്കെ പറഞ്ഞ് ചീത്ത മുഴുവൻ എനിക്കാവും. പെൺകുട്ടികളായാൽ എന്തെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? നാളെ ഒരു കുടുംബത്തിൽ എന്ന് കയറുമ്പോ അടുക്കളപ്പണി എടുത്തു കൊടുക്കാൻ ഈ ഏട്ടന്മാര് ചെല്ലുവോ? വന്നും തോന്നണു. അമ്മായി ഇതൊന്ന് നോക്കിയേക്കണേ. ഇതങ്ങോട്ട് വെക്കേ. ശരി സർ. രാത്രി കാണാണ്ടായപ്പോ ഏട്ടത്തി പരിഭ്രമിച്ചോ? ഏയ്, കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. ഉവ്വ് രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല. എനിക്കറിഞ്ഞൂടെ അവളെ. അച്ഛാ, ഒരു ചായ കുടിച്ചിട്ട് പോ. ചായയൊക്കെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ഇനിയിപ്പോ എന്തൊക്കെ ബഹളം ഉണ്ടായിട്ടുണ്ടാവോ? പോവാടോ. ഈ ഉത്സവപ്പറമ്പിലെ കച്ചേരി എന്ന് പറഞ്ഞാൽ എപ്പോഴാ തുടങ്ങുക എപ്പോഴാ അവസാനിക്കുക ഒന്നും പറയാൻ പറ്റില്ല. പേടിച്ചോ? ഏയ്, പേടിച്ച ഞാനല്ല, അമ്മയും മുത്തശ്ശനുമാ. ഇന്നലെ നടന്നതൊന്നും അമ്മയോടും രമനോടൊന്നും കുട്ടിക്കൊഴിക്കാൻ നിൽക്കണ്ട. ചോദിച്ചാ പറയാൻ കാരണങ്ങൾ വേറെ ഉണ്ട്. നുണ പറയണമെന്ന്. അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുക. അപ്രിയമായ കാര്യങ്ങൾ ചെയ്യാതെയും ഇരിക്കാം. അത് ഞാൻ ഉറപ്പിച്ചു. ഇതിനു മുമ്പേ പല ഉറപ്പുകളും ഉണ്ടായിട്ടുണ്ട്. ഇതങ്ങനെയല്ല, ഇത് ഉറപ്പ്. എന്താ വന്നിട്ട് അകത്തേക്ക് കയറാതെ രണ്ടാളിൽ നിന്ന് കുശൂശിക്കണേ? ഏയ്, ഇന്നലെ പറ്റേ ആന ഇടഞ്ഞില്ലേ? അയ്യോ, എന്നിട്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. കച്ചേരി തുടങ്ങുമ്പോ 2 മണി. എന്താ എന്താ അച്ഛാ, ആന ഇടഞ്ഞൂന്ന്. എന്നിട്ടൊന്നും പറയണ്ട എന്റെ മുത്തശ്ശ. ഗോപി ഒന്ന് പറഞ്ഞു കൊടുക്കും. അതിപ്പോ ഞാൻ എങ്ങനെയാ പറയാ? എനിക്ക് കുളിച്ചിട്ട് വല്ലോ കഴിക്കണം. എന്നിട്ടമ്മ കഴിക്കാൻ ദോശയുണ്ട്. എന്നിട്ട് ആനയെ തിളച്ചോ ഗോപി? ആന മുത്തശ്ശ, എനിക്ക് ഓഫീസിൽ പോയ സമയം, ഞാൻ വന്നിട്ട് പറയാം. ഏതാനയായിരിക്കും? ഗോപിയേട്ടാ, ഗോപിയേട്ടാ, ഗോപിയേട്ടാ. അമ്മേ, അമ്മേ, അമ്മേ. എന്താ? എന്ത് പറ്റി? ഞാൻ അമ്മയെ വിളിച്ചതാ, പോവാന്ന് പറയാൻ. അതിനിങ്ങനെ തൊണ്ട കയറി വിളിക്കണോ ആഫത്തെ? ഓ, പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഞാൻ വിചാരിച്ചു എന്തോ അത്യാഹിതം സംഭവിച്ചു. അല്ല, ഗോപിയേട്ടൻ പോയി. അതിനെന്താ, തന്നെ പോവാൻ നിനക്ക് വഴി അറിയില്ലേ? എന്നാ വേഗം ചെല്ലടേ. ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങിയിട്ടില്ല. ഒന്ന് മയക്കം പിടിച്ചതാ, അതും പോയി. ഞാനിവിടെ ഓഡിറ്റിങ്ങിന് വന്നതാണ്. സ്വന്തം നാട് പിറവം. സാർ ഇവിടെ ഫാമിലി ആയിട്ടാണോ? ഒറ്റയ്ക്കാണ്. അമ്മയും മുത്തശ്ശനെയും പരിചയപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ആ വീട് കിട്ടിയത് ഭാഗ്യമായി. കാരണം കുറച്ചുനാൾ കല്ലൂർ രാമനാഥന്റെ അയൽവാസിയായിരുന്നു വീമ്പ് പറയാമല്ലോ. ഇത്രയ്ക്ക് ഗമ പാടില്ല കേട്ടോ. വിളിച്ചൊന്ന് തിരിഞ്ഞോക്കെങ്കിലും ചെയ്തൂടെ? അല്ലെങ്കിലും എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഈടായിട്ട് ഒരു മൈൻഡും ഇല്ല. കസിനാണ്, അമ്മാവന്റെ മകൾ. എന്ന് വെച്ചാൽ മുറപ്പെണ്ണ അല്ലേ? അതെ. നിങ്ങൾ സംസാരിക്കും. ദേവി, കുറച്ച് മാനേഴ്സ് ഒക്കെ വേണം. ഒരാളുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോഴാ കൊഞ്ചല്. അയാൾ എന്ത് വിചാരിക്കും? ഓ, അയാളോട് പോവാൻ പറഞ്ഞു. നല്ല തിരക്കാ, നമുക്ക് അടുത്ത വണ്ടിക്ക് പോവാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ അടുത്ത വണ്ടിക്ക് വന്നാൽ മതി. നിനക്ക് തോന്നിയ സമയത്ത് കോളേജ് ചെന്നാൽ മതി. ഇത് 10 അടിക്കുമ്പോ സീറ്റിലുണ്ടായില്ലെങ്കിൽ ചുവന്ന വഴിക്ക് ആബ്സെന്റ് മാർക്ക് ചെയ്യും. അത്ര ചെറ്റയാ സൂപ്പർ. ഗോപിയേട്ടാ, ഗോപിയേട്ടാ, ഒന്ന് നിർത്തണേ.
ആ കലാകാരൻ എത്തിയല്ലോ. ഇന്നലെ ഉണ്ടായിരുന്നോ പാട്ട് കച്ചേരി? സൂപ്രണ്ടിനെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ? പാട്ട് കച്ചേരി നടത്താനാവും. സർ, എന്താ? സാറിനെ ഒന്ന് കാണാൻ പറഞ്ഞു. തന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല. താൻ എന്ത് വിചാരിച്ചായി കളി? സാർ, ഇന്നലെ ഏട്ടന് പ്രോഗ്രാം ഉണ്ടായിരുന്നു. തന്റെ ഏട്ടന്റെ പ്രോഗ്രാം അനുസരിച്ചൊന്നുമല്ല എന്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്നത്. ഒരു അർജന്റ് ഫയല് രാവിലെ കൊടുത്തയക്കാൻ പറഞ്ഞ RDO. ഞാൻ എന്ത് എക്സ്ക്യൂസ് പറയും? തനിക്ക് പാട്ട് കച്ചേരിയാ വലുത്. താൻ ആരാ? യേശുദാസോ? സാർ ഇത്ര ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഹാഫ് ഡേ ലീവ് എഴുതി തരാം. ലീവോ? ഞാൻ ലീവ് തരുന്നില്ലെങ്കിലോ? സാറ് തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഞാൻ എടുക്കുകയല്ലേ ചെയ്യണത്. തന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. അത്രല്ലേ ഉള്ളൂ, തൂക്കിക്കൊല്ലൊന്നുമില്ലല്ലോ. ലീവ് തരാതെ എനിക്കിന്ന് ഡ്യൂട്ടി ജോയിൻ ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. എന്റെ പെർമിഷൻ ഇല്ലാതെ ഓഫീസ് കാര്യത്തിന് RDO കാണാൻ പറ്റില്ല. RDO ആരാ? ദൈവോ? കാണാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ദൈവമാണോന്നോ? ആ വരട്ടെ, ഞാൻ നോക്കിക്കോളാം. ആ ആ ആ വരാൻ പറ സാർ. ആ ആ ശരി ശരി. ആ ഞാൻ ചോദിക്കാം. ഓക്കെ. നിന്നെ കുറിച്ചുള്ള കംപ്ലൈന്റാ സൂപ്രണ്ട്. നീ എന്താ ഓഫീസിൽ ഇങ്ങനെ റബലാവുന്നേ? സാർ, ഞാനൊരു അരമണിക്കൂർ താമസിച്ചു. ലീവ് എഴുതി വെക്കാന്ന് പറഞ്ഞിട്ട് അയാൾ സമ്മതിച്ചില്ല. ആ നേരി. എന്നെ കുറിച്ച് നീ എന്തോ അപമര്യാദയായി സംസാരിച്ചു എന്ന് കേട്ടു. സാറിന് അങ്ങനെ തോന്നുന്നുണ്ടോ? ഏയ്, അയാൾ പറഞ്ഞുകൊണ്ട് വെറുതെ ചോദിച്ചതാ. നമ്മൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടെന്ന് അയാൾ അറിഞ്ഞൂടെ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല സാർ. പരിചയം കൊണ്ട് മുതലെടുക്കാന്ന് ആർക്കും തോന്നണ്ട. നിനക്ക് ഒപ്പിടണ്ടേ? ഞാൻ ഹാഫ് ഡേ ലീവ് എഴുതിക്കോളാം. പിന്നെ ലീവ് വാശി തീർക്കാനുള്ളതല്ലേ? ആ സൂപ്രണ്ട് എന്ന് കണക്ട് ചെയ്ത്. ആ RDO വന്നു, ഇവിടെ ഉണ്ട്. ആ അറ്റൻഡൻസ് രജിസ്റ്റർ ഒന്ന് കൊടുത്തേച്ചേ. എടാ, എല്ലാ സർക്കാർ ഓഫീസിലും ഉണ്ട് ഇതുപോലുള്ള അസൂയ. പണ്ട് വില്ലേജ് ഓഫീസിൽ ക്ലാർക്കായിരുന്നപ്പോ കുറച്ച് നാടകമൊക്കെ കളിച്ച് നടന്ന് എന്നെ ഇട്ട് തട്ടിയ തട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ IAS കിരീടം തലേ കയറിയ പിന്നെ നാടകവും കലയും എല്ലാം പോയി. ഇന്ന് ഉച്ചവരെ ഞാൻ ഫ്രീയാ. അതുവരെ നിനക്ക് ഇവിടെ ഡ്യൂട്ടി. നമുക്കല്പം സംഗീതവും കലയും ഒക്കെ ആവാം. ഇതാ, ഇന്ന് ഉച്ചവരെ വിസിറ്റേഴ്സ് ആരും വേണ്ട, ഞാൻ വളരെ ബിസിയാണ്. ശരി സാർ. സ്വാമിനാഥ പരിപാലയാശുമാ. ഒന്നിക്കൂ. ദീപാരാധന തൊഴുത സുഖമുണ്ട് ഇപ്പോ. ഭാഗ്യം. എന്താ കുട്ടിയുടെ പേര്? ഞാൻ അറിയുന്നതിൽ തെറ്റുണ്ടോ? ആ വിജയനാ? വാ, കയറിയിരിക്കേ. ഇല്ല, ഇരിക്കുന്നില്ല. ഞാൻ നാട്ടിലേക്കൊന്ന് പോവാണ്. നാളെ സെക്കൻഡ് സാറ്റർഡേ ആണല്ലോ. അതുകൊണ്ട് നാളെയും മറ്റന്നാളും പാല് വേണ്ട. അമ്മോടൊന്ന് പറഞ്ഞേക്കാം. പറഞ്ഞേക്കാം. ഇറങ്ങട്ടെ. ആരാ വീണു വായിക്കുന്നേ? അത് അനിയത്തിയാ, രാധ. അനിയത്തിയും പാടുമോ? ഇല്ല, അവൾ സംസാരിക്കില്ല. സോറി, എനിക്കറിയില്ല. ഏയ് സാരല്ല. ഞാൻ ഇറങ്ങട്ടെ. ആഹാ, നീ ഇവിടെ രക്ഷപ്പെട്ടിരിക്കുക. മിനിഞ്ഞാന്ന് എത്ര രൂപ എൻ്റെ കയ്യിൽ നിന്ന് കളിച്ചു വാങ്ങിയത്?
ചെന്ന് ഏട്ടത്തെ വിളിച്ചോട്ട് വാ, നമുക്കൊരു കൈ നോക്കാം. കള്ളക്കളി കളിക്കല്ലേ? പോടാ അവിടുന്ന്. അമ്മയുടെ കളി. അതെ, ലൈനിൽ ഫുള്ളായിട്ട് വെച്ചടിക്കേ. അമ്മായി ദേ റെഡ് എഴുത്ത്. ഇനി ഒരു അരമണിക്കൂർ ഇവള് തനിച്ച് കളിച്ചോളൂ, നമുക്ക് വല്ലതും സംസാരിച്ചിരിക്കാം. എങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആനക്കഥ കെട്ടുകഥയോ സത്യമോ? ആനക്കഥയോ? ഏതാന? ഓ, കച്ചേരി. അത് കെട്ടുകഥയൊന്നുമല്ല, മതം പൊട്ടിയതാ, പ്രശ്നമായി പോയനെ. ചേച്ചിന്റെ കളി. പിടിയാനയായത് ഭാഗ്യം, വേഗം തളച്ചു. ഒന്ന് വേഗം കളിക്ക്. കോൺസെൻട്രേഷൻ കളയല്ലേ, കളിക്കട്ടെ. പിടിയാനയ്ക്ക് മതം പൊട്ടുവോ? പിടിയാനയ്ക്ക് മതം പൊട്ടില്ലല്ലേ. പിടിയാനയാണോ കൊമ്പനാണോ എന്നിപ്പോ ഒരു സംശയം. ഏട്ടത്തിയോട് വേണോ ഗോപി വേഷം കെട്ടില്ലേ? നീ ജനിച്ച അന്ന് മുതൽ ഞാൻ കാണാൻ തുടങ്ങിയതല്ലേ. ഏട്ടത്തിയോട് പറയണമെന്ന് വിചാരിച്ച ഏട്ടൻ ചില വേണ്ടാത്ത ശീലങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പിന്നെ പറയാം. എനിക്കറിയാം ഗോപി, കുറെ നാളായിട്ടറിയാം. ആദ്യമൊക്കെ ദശമൂലാരിഷ്ടമാണെന്നാ ഞാൻ കരുതിയത്. പിന്നെയാ മനസ്സിലാവണത് അരിഷ്ടത്തിന്റെ കൂടെ ചേർക്കണത് വേറെയാ. പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു. അമ്മയുടെ കളി. എന്താ ഒന്നുമില്ലടാ. റെഡ് എവിടെ? റെഡ് അതെപ്പോഴേ അടിച്ചിട്ടു. പിന്നെ ഇനി കളിച്ചിട്ട് എന്ത് കാര്യം? ദേ അച്ഛൻ വരണം. എപ്പോ നോക്കിയാലും ഈ കളിയേ ഉള്ളല്ലോ ഇവിടെ. നാളെ മറ്റന്നാൾ ഹോളിഡേ. ഓ, അപ്പൊ 2 ദിവസത്തേക്ക് പുസ്തകം തുറക്കുകയേ വേണ്ട. ഈ കളിച്ച് കളയുന്ന സമയം സാധകം ചെയ്തോളൂ എനക്ക്. നാളെ വെളുപ്പിനെ എഴുന്നേറ്റ് ചെയ്യണം. നാളെ ഹോളിഡേ ആയതുകൊണ്ട് ഓഫീസിൽ പോകേണ്ട കാര്യമില്ല. എത്ര ഹോളിഡേ ഞാൻ കണ്ടതാ. ഈ സർക്കാർ ഉദ്യോഗം കിട്ടിയ പിന്നെ കച്ചേരിക്ക് ഏറ്റുപാടുമ്പോഴല്ലാതെ ഇവൻ പാടുന്നത് ഞാൻ കേട്ടിട്ടേ ഇല്ല. ഏട്ടത്തി, ഇന്നാളെ ഞാൻ പാടിയില്ലേ വെളുപ്പിനെ 2 മണിക്കൂർ നേരം. എന്തിനാടാ വെറുതെ അവളെ കൊണ്ട് നുണ പറയിക്കുന്നത്? അപ്പോ പോയി അച്ഛമ്മയെ മുത്തശ്ശനെ വിളിച്ചോണ്ട് വാ. ആ